നമസ്കാരം. ഇന്ത്യക്കാർക്കിടയിൽ ഇലക്ട്രിക് കാറുകൾ സജീവമാക്കിയവരാണ് ടാറ്റ എന്ന വമ്പൻ കാർ നിർമ്മാതാക്കൾ. ആദ്യകാലത്ത് എതിരാളികളില്ലാതെയുള്ള ആ ആധിപത്യം അവർ ശരിക്കും മുതലാക്കുകയും ചെയ്തിരുന്നു. അത്യാവശ്യം നല്ല ഫീച്ചറുകളുള്ള വാഹനങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ തരക്കേടില്ലാത്ത വിലയിൽ ഇറക്കിയ ടാറ്റ ഇലക്ട്രിക് കാറുകൾ വളരെ വേഗത്തിലാണ് ഇന്ത്യൻ കാർ വിപണിയിൽ തരംഗമാക്കിയത്. ഇപ്പോൾ ഇന്ത്യയിൽ EV വിപണിയിൽ ടാറ്റയ്ക്ക് ഒത്ത എതിരാളിയായി വളരുകയാണ് MG മോട്ടോഴ്സ്. നെക്സൺ EVക്ക് വില്ലനായി ZF EVയും ടിയാഗോ EVക്ക് പണി കൊടുക്കാൻ കോമറ്റ് എന്ന കുട്ടിക്കാറിനെയും പുറത്തിറക്കി മനം കവർന്നവരാണ് അവർ. ഹെക്ടറിലൂടെയാണ് MG ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യയിലെ SUVകളുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ച മോഡൽ ഇന്നും ജനപ്രിയമായി തന്നെ തുടരുകയാണ്. എങ്കിലും വൈദ്യുത വാഹനങ്ങൾക്ക് പ്രത്യേക ഊന്നൽ കൊടുക്കാനാണ് ഇപ്പോൾ കമ്പനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ മൂന്നാമത്തെ ഇലക്ട്രിക് കാറും ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് MG. നിലവിൽ പരീക്ഷണയോട്ടത്തിലുള്ള MG ക്ലൗഡ് EV അധികം വൈകാതെ തന്നെ വിപണിയിൽ എത്തുമെന്ന വിവരം കമ്പനി നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി ഇലക്ട്രിക് കാറിന്റെ ടീസർ ചിത്രങ്ങളും അടുത്തിടെ MG മോട്ടോഴ്സ് പങ്കുവയ്ക്കുകയുണ്ടായി. പുതിയ വാർത്തകൾ അനുസരിച്ച് വിദേശത്ത് ക്ലൗഡ് എന്ന പേരിൽ വിപണനം ചെയ്യുന്ന ഈ മോഡൽ ഇന്ത്യയിൽ പുതിയൊരു പേരിലാകും അറിയപ്പെടുകയെന്നാണ് വിവരം. അതായത് ക്ലൗഡ് EV ഇന്ത്യയിൽ MG വിൻസർ എന്ന പേരിലായിരിക്കും അവതരിപ്പിക്കുകയെന്ന് ചുരുക്കം. രൂപവും ഭാവവും ഒരു MPV പോലെയാണെങ്കിലും 5 സീറ്റർ ഇലക്ട്രിക് കാർ ആയിരിക്കും ഇത്. ഈ വരാനിരിക്കുന്ന മോഡൽ ഒരു സിഡാന്റെയും ഒരു SUVയുടെയും ഘടകങ്ങൾ സംയോജിപ്പിക്കുന്ന ക്രോസ് ഓവർ യൂട്ടിലിറ്റി വാഹനമായിരിക്കുമെന്നാണ് അറിയുന്നത്. അതായത് CUV എന്ന രീതിയിലായിരിക്കും ഇത് അറിയപ്പെടുന്നത്. സൗകര്യവും സ്ഥലവും പ്രായോഗികതയും സമന്വയിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ CUV ആയിരിക്കും വിൻസർ. ടീസറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആഗോളതലത്തിൽ ലഭ്യമായ വൂലിംഗ് ക്ലൗഡ് EVയുടെ റീബാഡ്ജ് പതിപ്പായിരിക്കും MG വിൻസർ ഇലക്ട്രിക് CUV. ഡിസൈനും ഇന്റീരിയറിലുമെല്ലാം വിദേശത്ത് വിൽക്കുന്നതിന് സമാനമായിരിക്കും. അലങ്കോലമില്ലാത്ത ഡിസൈൻ ശരിക്കും MG വിൻസറിനെ സെഗ്മെന്റിൽ വേറിട്ട് നിർത്തുന്ന കാര്യം തന്നെയായിരിക്കും. വലിയ ഗ്രീൻ ഹൗസ്, പ്രോമിനന്റ് ക്വാർട്ടർ ഗ്ലാസ് ഏരിയ, റേക്ഡ് ഫ്രണ്ട് ആൻഡ് റിയർ വിൻഡ്ഷീൽഡുകൾ, വലിയ സ്പോയിലർ, പനോരമിക് സൺറൂഫ്, അതുപോലെ തന്നെ മികച്ച ഇരുണ്ടതായ ഒരു പില്ലറുകൾ, ലൈറ്റ് ബാർ ഉപയോഗിച്ച് കണക്ട് ചെയ്ത LED ടെയിൽ ലാമ്പുകൾ എന്നിവയെല്ലാം തന്നെ ഇലക്ട്രിക് CUVയെ മികച്ചതാക്കുന്നുണ്ട്. MG വിൻസർ ഇലക്ട്രിക് CUVക്ക് മൊത്തത്തിൽ 4.3 മീറ്റർ നീളവും വലിയ വീൽ ബേസുമാണ് ഉണ്ടാവുന്നത്. ഇത് അകത്തളത്ത് ധാരാളം സ്പേസ് കണ്ടെത്താനും സഹായിക്കുന്നതാണ്. MGയുടെ വാഹനമായതിനാൽ തന്നെ ഫീച്ചറുകളുടെ കാര്യത്തിലും ധാരാളിയായിരിക്കും എന്ന കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. ആധുനിക കാലത്തെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളിച്ചാണ് ഇലക്ട്രിക് കാർ ഇന്ത്യയിലേക്കും അവതരിപ്പിക്കുന്നത്. വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ, ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, കണക്റ്റഡ് ടെക്നോളജി, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീല്, ക്ലൗഡിന് സമാനമായ അലോയ് വീൽ ഡിസൈൻ, ലെവൽ 2 ADAS, ഓട്ടോമാറ്റിക് AC, 360-ഡിഗ്രി ക്യാമറ, കൂടുതൽ സൗകര്യത്തിനും പ്രായോഗികതയ്ക്കുമായി റിക്ലൈനബിൾ ഫ്രണ്ട് സീറ്റുകൾ എന്നിവയെല്ലാം തന്നെ MGയുടെ വരാനിരിക്കുന്ന വിൻസർ EVയിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. E260 EV പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന വിൻസറിന് 606 ലിറ്റർ ബൂട്ട് സ്പേസും ഉണ്ടായിരിക്കുന്നതാണ്. പിൻസീറ്റ് മടക്കി വെച്ചുകൊണ്ട് ലഗേജ് സ്പേസ് വർദ്ധിപ്പിക്കാനും ഇതിന് സാധിക്കും. വിദേശത്ത് 37.9 kWh, 50.6 kWh ബാറ്ററി പാക്കിലാണ് വാഹനം ലഭ്യമാകുന്നത്. ഇത് യഥാക്രമം 360 കിലോമീറ്ററും 460 കിലോമീറ്ററും ഡ്രൈവിംഗ് റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആഭ്യന്തര വാഹന വിപണിയിൽ വലിയ 50.6 kWh ബാറ്ററി പാക്കുമായിട്ടാണ് വിൻസർ വരിക. ഫ്രണ്ട് ആക്സിലിൽ ഘടിപ്പിച്ച പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് ഇലക്ട്രിക് മോട്ടോറിന് 134 bhp പവറും നൽകാനാകുന്നതാണ്.